ലോട്ടറി ഒന്നടിച്ചിട്ട് വേണം ഇത്തിരി പൊന്നു വാങ്ങാൻ, അതല്ലെങ്കിൽ പുത്തൻ മോഡൽ കാർ വാങ്ങാൻ. ലോട്ടറി പലരുടെയും ദൗർബല്യമാണ്. കൃത്യമായ നിയമചട്ടങ്ങളോടെ പ്രവർത്തിക്കുന്ന കേരള ഭാഗ്യക്കുറി ഇപ്പോൾ സമ്മാനഘടനയൊക്കെ പരിഷ്കരിച്ച് പുത്തൻ രൂപത്തിലാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി പറയാൻ പോകുന്നത് ലോട്ടറി നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഭരണപക്ഷാനുകൂല വ്യാപാരി സംഘടനയുടെ നറുക്കെടുപ്പിനെ കുറിച്ചാണ്. ചായപ്പൊടി വിൽപ്പനയുടെ മറവിൽ ലോട്ടറി ടിക്കറ്റ് വിറ്റ ബോബി ചെമ്മണ്ണൂരിന് എതിരെ കേസ് കൊടുത്ത ലോട്ടറി വകുപ്പ് കേരള സംസ്ഥാന വ്യാപാരി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള സാന്ത്വന സമ്മാന പദ്ധതി നടത്തിപ്പിനോട് കണ്ണടച്ചു. ഇങ്ങനെയൊരു സംഭവമേ നടന്നതായി ഭാവിച്ചില്ല. വ്യാപാരി സാന്ത്വനം ട്രസ്റ്റ് കണ്ണൂരിന്റെ സാന്ത്വന സമ്മാന പദ്ധതിയിൽ 500 രൂപ വിലയ്ക്ക് കൂപ്പൺ വിറ്റാണ് നറുക്കെടുപ്പ് നടത്തിയത്. മോശം പറയരുതല്ലോ, ആകർഷകമായ സമ്മാനങ്ങളായിരുന്നു. ഒന്നും രണ്ടുമല്ല, 25 പവനായിരുന്നു ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം നിസാൻ മാഗ്നറ്റ് കാർ, മൂന്നാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടറും, നാലാം സമ്മാനം സ്മാർട്ട് ഫോണും, അഞ്ചാം സമ്മാനം 100 പേർക്ക് 1 ഗ്രാം വീതം സ്വർണ്ണ നാണയവും, 500 പേർക്ക് പ്രോത്സാഹന സമ്മാനവുമായിരുന്നു. 2 വാട്സപ്പ് നമ്പറുകൾ നൽകി അതുവഴിയായിരുന്നു കൂപ്പൺ വിൽപ്പന. ലോട്ടറി വകുപ്പിനെ നോക്കുകുത്തിയാക്കി ജൂൺ 10-നായിരുന്നു നറുക്കെടുപ്പ്. ബോച്ചേട്ടിക്കൊപ്പം ലക്കി ഡ്രോ നടത്തിയതിന് നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത ലോട്ടറി വകുപ്പ് CPM-ന്റെ വ്യാപാരി സംഘടനയുടെ നറുക്കെടുപ്പ് അറിഞ്ഞതായി നടിച്ചില്ല. ഇത്തരത്തിൽ ടിക്കറ്റ് വിറ്റ് നറുക്കെടുപ്പ് നടത്തരുതെന്ന് കർശന നിർദ്ദേശമുള്ളപ്പോഴാണ് സാന്ത്വന സമ്മാന പദ്ധതിയിൽ 500 രൂപ വിലയ്ക്ക് കൂപ്പൺ വിറ്റ് നറുക്കെടുപ്പ് നടത്തിയത്.